പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ജോലികളും അതോടൊപ്പം എൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. രാവിലെ പട്ടിക്കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പട്ടിക്കുഞ്ഞിനെ കുളിപ്പിച്ചു. അതിനുശേഷം വീട്ടിൽ വന്ന് കുറച്ച് പണികളുണ്ടായിരുന്നു, അത് ചെയ്തു. ഒരു പണിക്കാരനുണ്ടായിരുന്നു, വരുമെന്ന് ഉദ്ദേശിച്ചില്ല. അയാൾക്ക് ഭക്ഷണം കൊടുക്കണം. അതിനു വേണ്ടി ഞാൻ വീട്ടിലോട്ട് ഇറങ്ങിപ്പോവുകയാണ്. ഇനിയും ബാക്കി കുറച്ച് കാര്യങ്ങൾ കാണാം. എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. സുരച്ചേട്ടൻ രാവിലെ പോയി എവിടുന്നായി കൊടിത്തലയെല്ലാം കണ്ടിച്ചോണ്ട് വന്നേ? ഇല്ലൊന്തി പറയുന്നേ. ഇത് ഏതിന്റെ കൊടിത്തലയാ സുരച്ചേട്ടാ? കോട്ടക്കൊടി. ഇതിന്റെ ഇലയെല്ലാം വെട്ടിയിട്ടാണോ നടുന്നത്? നടാനായിട്ട് വെട്ടിയെടുത്ത് വെച്ചേക്കുവാണ്. സുരച്ചേട്ടാ ഏത് സമയത്താ നടുന്നതെന്ന് പറയാമോ? മേടം ഇടവം മഴ സമയത്തല്ലേ ഇടുന്നേ? ഒത്തിരി ഉണ്ടല്ലോ, ഒരുപാടുണ്ടല്ലോ. ഇതെപ്പം മുറിച്ച് തീരാനാണ്? ഒരുപാട് സമയം എടുക്കുമല്ലോ. പണിക്കാരല്ലേ ഇരിക്കുന്നു. സുരച്ചേട്ടനെ മുറിച്ച് വെക്കണം. സുരച്ചേട്ടന് ഒടുവില് ഇത് മുളക് പറിക്കുമ്പോഴേ മുളക് പറിക്കാനുള്ള ആളാ ഇരിക്കുന്നത്. ഇപ്പം മുറിക്കത്തില്ലെന്നാണ് പറയുന്നത്. ഇതാരാണെന്നറിയാമോ? നമ്മുടെ സുരച്ചേട്ടനോട് നമ്മുടെ പണ്ട് ഇവിടെ റോഡിൽ പടി ചെയ്തത് ഓർമ്മയില്ലുണ്ടല്ലോ, ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പറമ്പിലൊക്കെ പണി ചെയ്യുന്ന ഞങ്ങളുടെ സ്വന്തം സുരച്ചേട്ടൻ. ചേട്ടാ ഇത്രേ ഉള്ളോ? ഇന്നുകൊണ്ട് പണി തീർത്തോ? ഇത് ഇനിയും പറിക്കാനുണ്ടോ? കയറി പോവുകയാണോ? എന്നാ ഭക്ഷണം കൂടെ കഴിച്ചിട്ട് പോകും. ഞാൻ ശരിയാക്കാം. കുറച്ചുകൂടെ കഴിയാനോ? 1 മണിയായി. അവിടുന്ന് പറിക്കാനോ? നമ്മുടെ പറമ്പിൽ തന്നെ കാണുമല്ലോ കുറെ. ഇത് എത്ര ദിവസം കൊണ്ടിട്ട് തീരും? കുറഞ്ഞത് 1 ദിവസം കൊണ്ടിട്ട് തീരാമോ? മഴ നല്ലപോലെ പെയ്യുമ്പം ഇടുന്നേ അല്ലേ? മഴക്കാലം തന്നെയല്ല, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ ഇടുന്നുണ്ടല്ലോ നനഞ്ഞ്. വേറെ തന്നെ വേണോ? അതൊക്കെ കൊള്ളാമോ സുരച്ചേട്ടാ? കൊള്ളാം. ഇതേതനവാ? ഇത് നീലമുണ്ടി. നല്ലായിട്ട് ഇത് മുളക് തൊത്തി പിടിക്കുന്നതാണോ? ഇത് ചോലക്കകത്ത് കായ്ക്കുന്നതാ. ഈ സീസണിലാണോ ഇത് ഇടുന്നത്? പിന്നല്ലാതെ കൊടിയെല്ലാം ഒന്നിച്ചല്ലേ ഇടുന്നത്. എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇത് കണ്ട് ഓരോന്നും സെപ്പറേറ്റ് കണ്ടാ വെക്കുന്നത്. ഓരോന്ന്. ഇത് നീലമുണ്ടി, അത് ചോലക്കകത്ത് കായ്ക്കുന്ന പഴയ ഒരു കൊടിയാണ്. അത് എല്ലാം നമുക്ക് ചോല വെട്ടാൻ പറ്റാത്തത് കൊണ്ട് എല്ലാം ചോലക്കകത്ത് വരുന്ന കൊടിയാണ് ഏറെയും നടുന്നത്. പിന്നെയും മുറിക്കാൻ പോയിട്ടുണ്ട് സുരച്ചേട്ടൻ. പിന്നെ ഇത് വേണ്ടേ, എല്ലാത്തിനകത്ത് ഇടാൻ വേണ്ടേ? 5, 6, 7 ഇതെന്താ നമുക്ക് നോക്കാൻ. ഞങ്ങളുടെ ചെന്തല മുഴുവനും ആൾക്കാർ വന്ന് നേരത്തെ തന്നെ കൊണ്ടുപോയി. പറിക്കാൻ ചെന്നപ്പോ നമുക്കില്ല. അതാ ഞാൻ ചോദിച്ചത്, നമ്മുടെ പറമ്പിലില്ലായിരുന്നോ ചോദിച്ചത്. അതെല്ലാം ആൾക്കാർ വന്ന് കാറിന് വന്ന് കൊണ്ടുപോയി, നമ്മൾ കണ്ടില്ല. പറിക്കാം. വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നാ ഇവിടുന്ന് പറിച്ചോണ്ട് പോകുന്നത്. പണ്ട് നമ്മളുടെ ഇവിടെ വന്നായിരുന്നു. ഇത് എന്തുവാ, വാനില
തണ്ടുണ്ടോ എന്ന് ചോദിച്ചു വന്നായിരുന്നു. അവർ നഴ്സറിക്കാർ വന്ന് മൊത്തം പറിച്ചോണ്ട് അവരങ്ങ് പോവുക. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ വേണമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം വാനിലേക്കുണ്ടല്ലോ നല്ല ഡിമാൻഡാണെന്ന് പറയുന്നു. ഒരു കാര്യം എല്ലാത്തിനും നമ്മുടെ ആ വാനിലയുടെ വിത്ത് മായാതെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് മീനൊന്നുമില്ല കൂട്ടുകാര്, മീനിപ്പം വാങ്ങിക്കുകയില്ല, ഇവിടെ കൂടെ പോകുന്നുമില്ല, വാങ്ങിക്കുകയില്ല ആരും ഇപ്പം. അതുകൊണ്ട് സാമ്പാറും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ചോറും പിന്നെ അച്ചാറുണ്ട്, അതേ ഉള്ളൂ. പിന്നെ ഒരു പപ്പടം കൂടെ പൊള്ളിക്കാം. ഒരു പണിക്കാരനുണ്ട്, ചോറ് കൊടുക്കണം, അതിന് ഭക്ഷണം തയ്യാറാക്കിയാണ്. ഇന്നെൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, പിന്നെ ഇത് നമ്മുടെ കുഞ്ഞൻ്റെ കറിയാണ്. അതായത് ബീഫ് മേടിച്ചായിരുന്നു, ചേച്ചി മാത്രമേ കൂട്ടാറുള്ളൂ, ഞാനും അമ്മയും ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പം ചേച്ചിക്ക് കഴിച്ചു മടുത്തു, ചേച്ചി അതങ്ങനെ വെച്ചേക്കുകയാണ്. അപ്പം അവന് വേണ്ടി മീനൊന്നും വരുന്നില്ലല്ലോ, അപ്പം അവന് വേണ്ടി കൊടുക്കാനായിട്ട് വെച്ചേക്കുകയാണ് ഈ കറി. അങ്ങനെ കുഞ്ഞനും ഈ കറിയുണ്ട്. ഞാൻ പ്രത്യേക സ്പെഷ്യൽ ചാറാക്കി വെച്ചേക്കുമായിരുന്നു കുഞ്ഞിന് ബീഫ് കറിയെ. മറ്റേ നല്ല വേവിച്ചതുപോലെ ഫ്രൈ ആക്കി ചേച്ചി എടുത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അവന് ഇനിയും അടുത്ത ദിവസം മീൻ വരുവോളം നിർത്തണം അവനെ. ഇനിയും പോയി ഒരു കോഴിയെ വാങ്ങിക്കണം, ജംഗ്ഷനിൽ വരെ പോകണം. അങ്ങനെ എൻ്റെ വിശേഷങ്ങൾ നീളുന്നു. പിന്നെ അവനെ മീനോ ഇറച്ചിയോ ഇല്ലാതെ ചെറുക്കൻ കഴിക്കില്ല മീൻ. ഇതിൻ്റെ അകത്തോട്ടെ പപ്പടം പൊള്ളിക്കാൻ പോവുകയാണേ. നാളത്തേക്കുള്ള അരി വെള്ളത്തിലോട്ടിട്ട് അതിനോടൊപ്പം തന്നെ ഞാൻ അങ്ങ് ഉഴുന്നു ഇടും. ഇനി ഇത് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് ലാസ്റ്റിൽ ഒരു വെള്ളം ഒഴിച്ചിട്ടേക്കും. ആ വെള്ളത്തിലാണ് ഞാൻ അരച്ചെടുക്കുക പതിവ്. ഓരോരുത്തർ സെപ്പറേറ്റ് ആയിട്ടാണ് ഉഴുന്നിടുന്നത്, പക്ഷെ ഞാൻ ഈ അരിക്കകത്ത് തന്നെയാണ് ഉഴുന്നിട്ട് വെക്കുന്നത്. കറണ്ട് കാണുമ്പോൾ ഒന്നും അറിയത്തില്ല കൂട്ടുകാരെ, ഇപ്പോൾ എപ്പോഴും കറണ്ട് പോക്കാം, അറിയില്ല, ദൈവത്തിനറിയാം കറണ്ട് കാണുമ്പോൾ. എന്തായാലും കാണുമെന്നുള്ള പ്രതീക്ഷയോട് ഞാൻ വെള്ളത്തിൽ അരിയിട്ടു. ഇന്നത്തെ എൻ്റെ കൊച്ചു വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.